CPI കോൺഗ്രസ് വാക്കുപോരും മുറുകുന്നു. CPI കടന്നാക്രമിച്ച് കോൺഗ്രസ്. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. AITUCയുടെ സന്നദ്ധ സേനാ പ്രവർത്തകർ താലപ്പൊലിയോടനുബന്ധിച്ച് റിംഗ് റോഡും പരിസരവും വൃത്തിയാക്കിയതിന്റെ ഉദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചിരുന്നു. MLAക്കെതിരെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് E. സാബു മുഖപുസ്തകത്തിൽ പോസ്റ്റിട്ടതോടെ വിവാദമാവുകയായിരുന്നു. കോൺഗ്രസിനെതിരെ CPI കൊടുങ്ങല്ലൂർ മണ്ഡലം അഡ്ഹോക് കമ്മിറ്റി കൺവീനർ KG ശിവാനന്ദൻ രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെയാണ് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ വിമർശനവുമായി എത്തിയത്. കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ നഗരത്തിൽ കൊടുങ്ങല്ലൂർ MLAയുടെ നേതൃത്വത്തിൽ റിംഗ് റോഡിന് ചുറ്റുമുണ്ടായ മാലിന്യങ്ങളും മണ്ണും നീക്കം ചെയ്യുന്ന ഒരു സേവന പരിപാടി നടന്നിരുന്നു. ഈ MLA 8 വർഷമായി ഈ കൊടുങ്ങല്ലൂരിൽ MLA ആയി മാറിയിട്ട് ഈ MLA ആയി മാറിയ ശേഷം 7 തവണകളിലും താലപ്പൊലി നടന്നപ്പോൾ ഇങ്ങനെയൊരു പ്രവൃത്തി നമ്മൾ കാണാൻ കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ ഉള്ള മാലിന്യവും പൊടിയും ഗതാഗത തിരക്ക് നിയന്ത്രിക്കാൻ ഈ സർക്കാരിനോ പോലീസിനോ ഇവിടുത്തെ നഗരസഭയ്ക്കോ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ തൊട്ടടുത്തുള്ള ബൈപ്പാസ് ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് 1 വർഷത്തിലേറെയായി അടഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ നഗരം ഗതാഗതക്കുരുക്കൊണ്ട് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിലെ മുഴുവൻ റോഡുകളും ഉൾപ്രദേശങ്ങളിലെ മുഴുവൻ റോഡുകളിലും എല്ലാ വാർഡുകളിലെയും റോഡുകൾ പൊട്ടിപ്പൊളഞ്ഞ് സഞ്ചാരയോഗ്യമായി മാറിയിരിക്കുകയാണ്. നഗരസഭയുടെ ഏത് പ്രവർത്തികളും ഇന്ന് ജനങ്ങൾക്ക് ഒരു ദ്രോഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഇത്തരമൊരു അപഹാസ്യമായ ഒരു പ്രവർത്തനവുമായി MLA വന്നത്. ഇനി അടുത്ത കാലത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ജയിക്കാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ അമ്പലത്തിന് ചുറ്റുമുള്ള റോഡിൽ ഇങ്ങനെയൊരു സമരം ഒരു പ്രവർത്തനം നടത്തിയത്. ഈ കൊടുങ്ങല്ലൂരിലെ മറ്റുള്ള ഒരു വികസന പ്രവർത്തനങ്ങളിലും പങ്കാളിയാകാതെ പരമാവധി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ നഗരസഭയും ഈ സർക്കാരും ശക്തമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. അതിനുവേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. TN പ്രതാപൻ MLA ആയിരുന്ന കാലത്താണ് റിംഗ് റോഡും ഹാൻഡ് റെയിലും ക്ലോക്ക് ടവറും നിർമ്മിച്ചത്. സമയം നിന്നുപോയിട്ടും ഇതുവരെ ബാറ്ററി മാറ്റുവാൻ സമയം കണ്ടെത്താൻ കഴിയാത്തയാളാണ് MLA എന്നും നഗരസഭാ കൗൺസിലർ VM ജോണി കുറ്റപ്പെടുത്തി. നമ്മുടെ കൊടുങ്ങല്ലൂർ MLA ഒരു പരിവാരവുമായി വന്ന് കുറെ മണ്ണ് തടുത്തു കൂട്ടി വെച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ നമ്മളെല്ലാം ചാനലിൽ കണ്ടത് എന്താണ്? നമ്മളെല്ലാം പത്രത്തിൽ കണ്ടത് എന്താണ്? ഇവിടെ കൊടുങ്ങല്ലൂർ ടൗണിൽ MLAയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്തം ഒന്നും ചെയ്തില്ല. എല്ലായിടത്തും കുറെ മണ്ണ് തടുത്തു കൂട്ടിയിരിക്കുന്നു. നിങ്ങൾ തെക്കേ നടയിൽ ചെന്ന് നോക്ക്, തെക്കേ നടയിൽ, കിഴക്കേ നടയിൽ, പടിഞ്ഞാറേ നടയിൽ നിങ്ങൾ ചെന്ന് നോക്ക്. അവിടെ മൺകൂലകൾ കൂടി ഈ കൂട്ടി വെച്ചിരിക്കുകയാണ്. 2 വീലറുകളൊക്കെ മറിഞ്ഞു വീഴുകയാണ്. ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് കൊടുത്തിരുന്നതാണ്. ഈ മൺകൂലകൾ തട്ടി 2 വീലറുകളെല്ലാം മറിഞ്ഞു വീഴുകയാണ്. നമ്മളൊരു വികസനത്തിനെതിരല്ല, പക്ഷെ കോമാളിത്തരം, അതുപോലെ പൊറോട്ട് നാടകവും കോമാളിത്തരം എന്നൊക്കെ പറഞ്ഞത് അതാണ് MLAയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നടന്നത്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ചത്തുരത്തിന്റെ അവിടെ നിന്ന് നമ്മുടെ തൊട്ട് വടക്ക് ഗേൾസ് സ്കൂളിന്റെ മതിൽ കഴിയുന്നവരെ എന്തോരം മണലാണ് അവിടെ കൂടിക്കിടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഏതാണ്ട് 25ഓളം കണ്ടിജന്റ് സ്ഥിരം ജീവനക്കാരും 12ഓളം ഡെയിലി വേജസുകാരും 2 ഡ്രൈവർമാരടക്കം 39 ക്ലീനിങ് തൊഴിലാളികൾ കൊടുങ്ങല്ലൂർ നഗരസഭയിലുണ്ട്. 1-2 പേരല്ല, 39 പേരുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ, ഇവരെല്ലാവരും വിളിച്ച് താലപ്പൊലി തലേദിവസം ഈ 40 പേരെ റോട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർത്തുകൂടെ? അതായത് വിവേചനം, നല്ല ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ, ജനറൽ സെക്രട്ടറി സനിൽ സത്യൻ, KS കമറുദ്ദീൻ എന്നിവരും ഉണ്ടായിരുന്നു.